എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ കുറേയൊക്കെ പക്വത കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും മതത്തിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ വിദ്വേഷം പറയാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളല്ല. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമുക്ക് സമാധാനം വേണം, ബാക്കിയുള്ള ആളുകൾക്ക് സമാധാനം വേണം. നമ്മളെ ബാധിക്കരുത്, ബാക്കിയുള്ള ആളുകളെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും ഇറാനിലെ ഈ ശിരോവസ്ത്ര വിരുദ്ധ സമരത്തെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് നടക്കുകയാണ്. അതിനു മുൻപ് നമ്മളൊരു വിഷയത്തെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു, കർണാടകയിലെ ഹിജാബ് ഇഷ്യൂവിനെ കുറിച്ചിട്ട്. അന്ന് കുറേയധികം ആളുകൾ സമാധാനപരമായി കമന്റ് ബോക്സിലേക്ക് ഓടിയെടുത്തതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അത്രയധികം ന്യായീകരണങ്ങളാണ്. ഈ മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതൊരു ചോയ്സ് ആണ് എന്ന് ന്യായീകരിക്കാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഓടിയെടുക്കും. കാരണം അവരൊക്കെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ഇവിടെയും അവിടെയും എന്തൊക്കെയോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഫൈറ്റിനൊക്കെ വേണ്ടി ഇറങ്ങുന്നത്. സ്ത്രീകൾ നിർബന്ധമായും ധരിക്കേണ്ട ശിരോവസ്ത്രം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഭാഗമായതുകൊണ്ടും അതിനെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് പഠിച്ചിട്ട് വിമർശിക്കൂ എന്നുള്ള കമന്റുകൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും നമ്മളെല്ലാവരും അതിനെക്കുറിച്ചിട്ട് ഒന്ന് പഠിക്കുകയാണ്. ഒരു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ തന്നെ എഴുതിയ ഇസ്ലാം വസ്ത്ര വിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ ആർട്ടിക്കിൾ ഒന്ന് വായിക്കാം. ജുനൈദ് എം പെരുമുണ്ടശ്ശേരി എന്ന വ്യക്തി അഹ്ലുസുന്ന ഓൺലൈൻ എന്ന് പറയുന്ന സൈറ്റിൽ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. പരിശുദ്ധ ഇസ്ലാം വസ്ത്രധാരണത്തിന് വളരെയേറെ മഹത്വവും പ്രസക്തിയും കൽപ്പിച്ചിട്ടുണ്ട്. അതിന് ചില നിബന്ധനകൾ ഇസ്ലാം മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ് മനുഷ്യൻ. അതിനാൽ മനുഷ്യൻ മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത്. അത് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. വസ്ത്രധാരണത്തിൽ അമിത വ്യയമോ പൊങ്ങച്ചമോ കാണിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഒരു മനുഷ്യന് നഗ്നത മറയ്ക്കൽ എപ്പോഴും നിർബന്ധമാണ്. തന്റെ ഭാര്യയുടെയും അടിമ സ്ത്രീയുടെയും അരികിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും നഗ്നത മറയ്ക്കൽ നിർബന്ധമാണ്. അടിമ സ്ത്രീയുടെ അടുത്ത് വസ്ത്രമില്ലാതെ പ്രദർശനം നടത്തിയാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഈ അടിമ സ്ത്രീ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇസ്ലാമിൽ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും സ്വന്തം ജാതിയിൽപ്പെട്ട സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ ആയിരിക്കില്ല അടിമ സ്ത്രീയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകളെയും കണക്കാക്കാമോ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക കൂട്ടമുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം ഈ മതത്തിന്റെ എഴുത്തുകളായതുകൊണ്ട് പിന്നീട് കറക്ഷൻസ് ഉണ്ടാവില്ല. ഏതായാലും സ്വർഗം പോകാനായിട്ട് പോകുന്ന ഒരു നഗ്ന പ്രദർശകനും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എടുത്തിട്ട് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ന്യായീകരിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. കാരണം പലവിധ ന്യായീകരണങ്ങളാണല്ലോ വരുന്നത്. ഞാൻ ഇന്നയാളെ അടിമ സ്ത്രീയായിട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ് അവിടെ ഒരു നഗ്നതാ പ്രദർശനം നടത്തിയത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മതത്തിന്റെ കോടതിയിൽ അതിന് ഒരു ഇളവ് ലഭിക്കുമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ഇതിനകത്ത് കാര്യമായിട്ട് തന്നെ ഉണ്ട്. വസ്ത്രം ധരിച്ചവനെ അല്ലാഹുവിന് വസ്ത്രമില്ലാത്തവനെ കാണാൻ കഴിയുമെങ്കിലും വസ്ത്രം ധരിച്ചവനെ അല്ലാഹു മര്യാദ കാണിച്ചവനായും വിവസ്ത്രനെ മര്യാദക്കേട് കാണിച്ചവനായും അല്ലാഹു കണക്കാക്കുന്നു. വസ്ത്രധാരണത്തിന് ചില നിയമങ്ങളും നിബന്ധനകളും ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ഒരു ഇടുങ്ങിയ സമീപനവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഇതിലൊരു പൊങ്ങച്ചവും ദുർവ്യയവും കാണിക്കാതിരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. ആധുനിക യുഗത്തെ വസ്ത്രധാരണ രീതി വളരെ നീചവും വൃത്തിഹീനവുമാണ്. അഹങ്കാരത്തോടുകൂടി വസ്ത്രം ധരിച്ച ആളുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകളുടെ മനസ്സിൽ ദുർവിചാരങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഈ മതം ധാർമ്മികത എന്ന വിഷയത്തിൽ ഈ നവ ഇസ്ലാമിസ്റ്റുകൾ കാര്യമായിട്ട് തന്നെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് പല പ്രമുഖ വ്യക്തികളും ഇവരെ നല്ല രീതിയിൽ വലിച്ചു ഭിത്തിയിലൊട്ടിച്ച് വിടുന്നതും കണ്ടിരുന്നു. അപ്പോൾ പല ആളുകളും പറയുന്നത് ഇങ്ങനെയാണ്, ഈ മതം ഉള്ളതുകൊണ്ട് മതത്തിന്റെ ധാർമ്മികത ഞങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അയൽവക്കത്തുള്ള എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരാൾക്ക് ഭക്ഷണം അയാൾക്കില്ലാത്ത സമയത്ത് ഞങ്ങൾ കൊടുക്കുന്നതും, അതേപോലെ തന്നെ മറ്റുള്ള സ്ത്രീകളെ ഞങ്ങൾ മര്യാദയോടെ നോക്കുന്നതും, ഞങ്ങൾ ലൈംഗിക മര്യാദകൾ കാണിക്കുന്നതും, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആയനെ എന്നുള്ളതാണ് ഈ നവ ഇസ്ലാമിസ്റ്റുകളിൽ ചില ആളുകൾ പറയുന്നത്. ഇത്രത്തോളം വൈകൃതമായിട്ട് ഈ ഒരു മതത്തെ പ്രസന്റ് ചെയ്തതിൽ അവർക്ക് ഇതിനകത്ത് വലിയ റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറാനിലെ ശിരോവസ്ത്ര വിരുദ്ധ സമരത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ 1979 മുമ്പുള്ള ഇറാന്റെ ഒരു സുവർണ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഓർക്കേണ്ടതുണ്ട്. വളരെയധികം പരിഷ്കൃതമായിട്ട് വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഊന്നൽ കൊടുത്തുള്ള ഒരു ജീവിത രീതിയായിരുന്നു ഇറാനിലുള്ള ആളുകൾ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ഇസ്ലാമിക് റിബല്യൻ വരുന്നതിന് ശേഷമാണ് ഇറാനിലെ ഈ ഒരു കഷ്ടതകൾ ലോകം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. അതിനു മുൻപ് അവർക്ക് വിദേശത്ത് പോയി പഠിച്ച നല്ല അറിവുള്ള നല്ല വിഷണറി ആയിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു മുഹമ്മദ് റിസ. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം വന്ന ഒരു തീവ്ര മത ചിന്താഗതിയുള്ള ആളുകളാണ് ഇറാനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഇന്ന് ലോകം മുഴുവനുള്ള ആളുകൾ ഇറാനെ നോക്കിക്കാണുന്നത് കടുത്ത മത പോലീസിംഗ് ഉള്ള ഒരു രാജ്യമായിട്ടാണ്. 2022 നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു സംഭവം ഉണ്ടാവുന്നത്. മഹ്സ അമീനി എന്ന യുവതി, 23-22 വയസ്സ് മാത്രമുള്ള യുവതി, ഹിജാബ് പ്രോപ്പറായി ധരിച്ചില്ല എന്ന് പറഞ്ഞ് ഇറാനിലെ മത പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു.
വെറും 2 മണിക്കൂറിനുള്ളിൽ ആ ഒരു സ്ത്രീയെ മർദ്ദിച്ച് മരണത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ആ ഒരു മത പോലീസ് ചെയ്തത്. വലിയ ഹിജാബ് വിരുദ്ധ സമരങ്ങളൊക്കെ അതിനുശേഷം ഇറാനിൽ ഉണ്ടാവുകയാണ്. സ്ത്രീകൾ ഹിജാബ് കത്തിച്ചു കളയുന്നു, അവർ മുടി മുറിക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും ഇറാനിലെ ഈ ഒരു മത പോലീസിങ്ങിനെതിരെ ഉണ്ടായി. ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹിജാബ് റൂൾസ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള മതരാഷ്ട്രങ്ങളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു സംഗതിയാണ്. ഇറാന്റെ ഒരു കാര്യം എടുത്തു നോക്കിയാലും അനിശ്ചിതത്വം നേരിടുന്ന എല്ലാ ഇസ്ലാമിക മത ചിന്താഗതിയിൽ പോകുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഈ മത പോലീസിങ്ങിന് വേണ്ടിയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവര് രാജ്യത്തിന്റെ നിയമങ്ങൾ, അതേപോലെ തന്നെ രാജ്യത്തിന്റെ പോലീസ് അവർക്ക് സമാന്തരമായി തന്നെ മത പോലീസിങ് നടത്തും. ഇപ്പോൾ ഇറാനിലൊക്കെ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ മര്യാദകളൊക്കെ നോക്കുന്നത് മത പോലീസുകാരാണ്. മത പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മര്യാദകളും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ആ ഒരു വൈകൃത ചിന്താഗതികൾക്ക് അനുസരിച്ചിട്ട് അവർ മർദ്ദിക്കുകയും അവർ വേണമെന്നുണ്ടെങ്കിൽ കൊല്ലുകയും ചെയ്യും. അതിന് കാര്യമായിട്ടുള്ള ന്യായവാദങ്ങൾ നിരത്തുകയും ചെയ്യും ആ ഒരു രാജ്യം. മാസ അമിനിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നുള്ളതാണ് ആദ്യം രാജ്യം പറഞ്ഞത്. പിന്നീട് CCTV ക്യാമറ ഫുട്ടേജ് വെച്ചിട്ട് അവരതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അവിടെയുള്ള ആളുകൾ ഈ ഒരു മത നിയമത്തിന് വിരുദ്ധമായി മനുഷ്യാവകാശം മുന്നോട്ടേക്ക് വെക്കുന്ന ആളുകൾ അത് പറയുകയാണ്, ഡോക്ടർ അടക്കമുള്ള ആളുകൾ പറയുകയാണ്, തലയടിച്ചു പൊടിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മത നിയമങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും വരണമെന്ന് പല ആളുകളും ആഗ്രഹിക്കുന്നത്. 2 ദിവസമായി ലോകം മുഴുവൻ കാണുന്നത് ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് നടത്തിയ പ്രതിഷേധമാണ്. അദ്ദേഹം അടിവസ്ത്രങ്ങൾ മാത്രം ഇട്ടിട്ട് ഒരു പ്രതിഷേധം നടത്തുകയാണ്. ആ ഒരു പ്രതിഷേധത്തിന്റെ കാരണമായി അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ന്യൂസ് വെബ്സൈറ്റിൽ നിന്നിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നത്, ദ വുമൻ സ്ട്രിപ്ഡ് ടു ഹെർ അണ്ടർവെയർ ആഫ്റ്റർ മെമ്പേഴ്സ് ഓഫ് ബസീജ്, a volunteer paramilitary force, harassed her for not following the dress code properly. ആ ഒരു പെൺകുട്ടിയെ ഈ മത പോലീസ് ഡ്രസ് കോഡ് പാലിക്കാത്തതിന് അപമാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് മുതിർന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ മറ്റേ അടുപ്പുകൂട്ടി ആളുകളും അതേപോലെ തന്നെ ബാക്കിയുള്ള ഹമാനസരും എല്ലാവരും കൂടെ പറയുന്നത് കേട്ടു, നമ്മുടെ പെരിച്ചാഴി ഫോഴ്സ്, ഹമാസ് തുരങ്ക പോരാളികൾ, അവര് വലിയ പോരാളികളാണ്, അവര് ആണ് ഏറ്റവും വലിയ ധൈര്യശാലികൾ എന്നൊക്കെ ഉള്ളത്. പക്ഷേ സാധാരണ ജനത്തിന് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് അവർ പെരിച്ചാഴി ഫോഴ്സ് ആണ്, തുരങ്കങ്ങൾ ഉണ്ടാക്കി ഒളിപ്പോര് നടത്തുന്ന പെരിച്ചാഴി ഫോഴ്സ് ആണ്. അവരാണോ പോരാളി, ഈ ഒരു പെൺകുട്ടിയാണോ പോരാളി എന്നുള്ളതാണ് നമ്മൾ കോമൺ സെൻസ് ഉള്ള ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. ഈ മത പോലീസിങ് കാര്യമായി തന്നെ നടക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്താനായിട്ട് അവർ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര തീവ്രമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടെയാണ് ഇറാനിലെ സ്ത്രീ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവര് മരണം ഉറപ്പിച്ച് തന്നെയാണ് ആ ഒരു പ്രതിഷേധത്തിന് വേണ്ടി മുന്നോട്ടേക്ക് വരുന്നത്. അത്തരത്തില് ഈ അപമാനമേറ്റ് ജീവിക്കുക എന്ന് പറയുന്നത് ആത്മാഭിമാനമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ മരിക്കുന്നത് വരെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. അത്രയധികം ആളുകൾ ചുറ്റിനും എതിർത്ത് നിൽക്കുന്ന സമയത്ത് എത്ര ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും തന്റെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഉറപ്പിച്ച ഒരു സ്ത്രീയാണ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അവിടെ കണ്ടത്. ലോകം മുഴുവനുള്ള ഈ മനുഷ്യത്വമില്ലാത്ത മതവാദികൾ ഇതിനെ നഗ്നതാ പ്രദർശനമായിട്ടൊക്കെ പറയുന്നത് കണ്ടു. ഇപ്പോൾ അടുപ്പുകൂട്ടി ടീമുകളും അതേപോലെ തന്നെ ധാർമ്മികോളികളും എല്ലാം കൂടെ ഇപ്പോൾ ഇരുന്ന് ഇതിലൊരു ന്യായീകരണം നിരത്തുന്നതായിരിക്കും. പക്ഷേ നമ്മൾ കേരള സമൂഹത്തിൽ നമ്മുടെയൊക്കെ കവലകളിൽ കാണുന്ന മുണ്ടും മടക്കി കുത്തി പോകുന്ന ഒരു ചേട്ടനെ വെച്ച് നോക്കുമ്പോഴത്തേന് അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. നമ്മളിൽ പല ആളുകളും പുരുഷന്മാർ, നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, നമുക്ക് വീട്ടിലൊരു ഒറ്റമുണ്ട് മടക്കി കുത്തി നടക്കാം, ഷർട്ടൊന്നും ഇടണ്ട, അതിനേക്കാളും കൂടുതൽ വസ്ത്രം ആ ഒരു സ്ത്രീ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊരു നഗ്നതാ പ്രദർശനത്തിന്റെ പരിധിയിലേക്ക് നമ്മുടെയൊക്കെ ഒരു കാഴ്ചയിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതിനെ നഗ്നതയായിട്ട് മാറ്റുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത്രത്തോളം സങ്കുചിതമാണ് ചിന്താഗതി എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇതിന്റെയൊക്കെ കൂടെ സജീവമായിട്ട് നമ്മളും പങ്കെടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒരു കടുത്ത മാനിപ്പുലേഷനിൽ കൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പലസ്തീനിലും അതേപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിൽ പിന്നെ തുറന്നു പറയുന്നില്ല, ചില ആളുകൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള മത നിയമങ്ങളുള്ള ഒരു ജീവിതാവസ്ഥയാണ്. സ്ത്രീകൾ, കുട്ടികൾ, അവരുടെ അവകാശങ്ങൾ എന്നീ കാര്യങ്ങളിലേക്കൊന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം മതം സർവ്വ ആധിപത്യം നേടുക, ലോകം മുഴുവൻ കീഴടക്കുക എന്നുള്ള ചിന്ത ഒരു കൂട്ടം ആളുകളിലുണ്ട് എന്നുള്ളത് ഈ കുറേ ദിവസങ്ങളിലെ ചർച്ചകളിൽ നിന്നിട്ട് എനിക്ക് വ്യക്തമാണ്. കമന്റ് ബോക്സിൽ അതൊക്കെ നമുക്ക് സുവ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ലിംഗ അഗ്രം മുതൽ ഇടപെട്ട് തുടങ്ങുന്ന ഒരു മതമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ മതം എന്ന് പറയുന്നത്. സർവ്വാധിപത്യമാണ് ലക്ഷ്യം. വേറെ ഒരു മതവും ഈ ലിംഗ അഗ്രം മുതൽ അങ്ങോട്ട് തുടങ്ങണില്ല. അത്രയധികം എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്ന മത പോലീസിംഗ് ഉള്ള, മത രീതികളുള്ള
ഒരു ഒരു സ്വാതന്ത്ര്യമാണ് പാലസ്തീനിലും ചില ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഇറാന്റെ സ്റ്റോറി, ഇറാന്റെ ചരിത്രം, അതൊക്കെ ലോകത്തിന് മുൻപിൽ ഒരു പാഠം തന്നെയാണ്. ഒരിക്കലും ഈ മതത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ചോയ്സ് ഒന്നുമല്ല, അതൊരു തരം അടിച്ചേൽപ്പിക്കലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നൊക്കെ പറയും, പക്ഷേ അഴിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. അത് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കിട്ടും, നാട്ടിൽ നിന്ന് ചിലപ്പോൾ കിട്ടും, ആരും ചോദിക്കാനായിട്ട് വരത്തില്ല. ഇതൊരു അടിച്ചേൽപ്പിക്കൽ തന്നെയാണ്. അതേപോലെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കണ്ട സിനിമയിലാണെങ്കിലും ഇത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ വില്ലന്മാർ സൈക്കോ കൊലപാതകികളാണ്. അവര് കുറേയധികം ആളുകളെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി. അവസാനം വേറൊരു കൊല നടത്താൻ വേണ്ടി അവർ വരുന്നത് ഈ ഫുള്ള് മൂടിക്കെട്ടിയ ഈ മതത്തിൻ്റെതായിട്ട് മുമ്പത്തെ ആർട്ടിക്കിളിൽ വർണ്ണിക്കുന്ന ഒരു വസ്ത്രവും ഇട്ടിട്ടാണ്. ആ ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഒരു സുരക്ഷാ ഭീഷണിയായിട്ടാണ് നമ്മുടെ സിനിമകളിൽ പോലും കാണിക്കുന്നത്. അപ്പൊ അത്രയധികം സുരക്ഷാ ഭീഷണിയുള്ള ഒരു സംഭവം ഇതിന്റെ സൈഡിലുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങളുടെ ചോയ്സിന് വിട്ടു തന്നിരിക്കുന്നത് മതമല്ല, അത് ഈ രാജ്യത്തെ ഭരണഘടനയാണ്. ഇത് ചോയ്സ് ആയിട്ട് ഇപ്പോഴും ഇവിടെ തുടരുന്നതിന്റെ കാരണം, നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതിന്റെ കാരണം ഇവിടെ ആ ഒരു മതത്തിന്റെ പോലീസിങ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ അനുവദിക്കാത്തത് കൊണ്ടാണ്, അവരെ നമ്മളിങ്ങനെ മൂക്കേറിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് ഇവിടെയുള്ള ഭരണഘടനയുടെ വിജയമാണ്. ഈ ഒരു ഭരണഘടനയിൽ നിന്ന് ഈ ഒരു ജനാധിപത്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരന് ഒരിക്കലും ഒരു മത തീവ്രവാദ ആശയം വരാനായിട്ട് ലോകത്ത് ഒരിടത്തും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലാതെ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തയുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു ലെഫ്റ്റ് ലിബറൽ ആണ്, അതുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലിബറൽ പരിപാടിയൊന്നുമില്ല. കാരണം നിങ്ങൾ ലിബറലായിട്ട് നിൽക്കുകയല്ല, നിങ്ങൾ ഒരു നിഷ്പക്ഷന്റെ മുഖംമൂടി എടുത്ത് അണിഞ്ഞിട്ട് ലിബറൽ എന്ന് പറയുന്ന ഒരു വേർഡ് ഏഴേലത്ത് പോലും അടുപ്പിക്കാത്ത ഒരു ആശയത്തിന് വേണ്ടി പണിയെടുക്കുകയാണ്. ലോകത്ത് ഒരു കൂട്ടം ആളുകളെ വീണ്ടും തടവറയിലേക്ക് തള്ളിവിടാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭേദം മരണം തന്നെയാണ്. ഇറാനിലുള്ള ആ ഒരു പെൺകുട്ടി ചൂസ് ചെയ്ത ആ ഒരു പ്രതിഷേധത്തിൽ അവരുദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ പോരാട്ടം അല്ലെങ്കിൽ മരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ തീവ്രവാദ ആശയങ്ങളെ പിന്തുടർന്ന് വിമോചനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു തീവ്രവാദം രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മരണം തന്നെയാണ്. മത തീവ്രവാദ ആശയങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുക എന്ന് പറയുന്നത് സ്ലോ ഡെത്താണ്. സ്ലോ ഡെത്താണ് ഏറ്റവും ഭീകരം. പെട്ടെന്ന് അങ്ങ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ, ഇനിയിപ്പോൾ മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അങ്ങ് പരലോകത്തേക്ക് എത്താം. പക്ഷേ സ്ലോ ഡെത്ത് എന്ന് പറയുന്നത് പെയിൻഫുൾ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.